ഞാൻ പ്രേമേന്ദ്രൻ സാറിന്റെ ഒരു ഫാനാണ്. അദ്ദേഹത്തിന്റെ ചെരുപ്പെടുത്ത് കൂടെ നടക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. പക്ഷേ ബീഫ് അടക്കമുള്ള പരാമർശങ്ങൾ കഴിയുന്നത് നമ്മൾ ഒഴിവാക്കണം. കാര്യം അനാവശ്യമായ അതിവൈകാരികതയിലേക്ക് നമ്മൾ പോകുന്നത് ശരിയല്ല. കെ പ്രേമചന്ദ്രൻ ഇന്ന് നടത്തിയ പ്രസ്താവന, അദ്ദേഹം നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത് അവിടേക്ക് ബീഫും പൊറോട്ടയും വാങ്ങി നൽകി സ്ത്രീകളെ കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇത് നോക്കൂ, അവിടെ സുപ്രീം കോടതിയുടെ വിധി വന്ന സമയത്ത് അവിടേക്ക് എത്താൻ കഴിയും നിയമപരമായി എന്ന് വിചാരിച്ച് അവിടേക്ക് സ്ത്രീകൾ വന്നു. വലിയ പ്രതിഷേധമുണ്ടായി, പ്രക്ഷോഭമുണ്ടായി, ക്രമസമാധാന പ്രശ്നമുണ്ടായി, അതിൽ അവർക്ക് പിന്തിരിഞ്ഞു പോകേണ്ടി വന്ന സാഹചര്യമുണ്ടായി, അവർ അക്രമം നേരിട്ടു. ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നതാണ്. പക്ഷേ അതിന് പിന്നീട് ഒരു സമവായത്തിന്റെ ഭാഷയുണ്ടായി. എന്തുകൊണ്ടാണ് യുവതീ പ്രവേശനം ചർച്ചയാകുന്നത് ഇപ്പോഴും സന്തോഷമുണ്ടാകുന്ന സാഹചര്യമായി മാറുന്നത്? ശരി മധു, 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നാണ് ശബരിമല. 4-1 എന്ന തെറ്റായ സുപ്രീം കോടതി വിധി ഭക്തർ പോരാട്ടത്തിലൂടെ മറികടന്നതാണ്, ജനാധിപത്യത്തിലൂടെ മറികടന്നതാണ്. ഇതിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എൻ്റെ മുത്തശ്ശി ശബരിമലയിൽ വെച്ച് ദേവകി അന്തർജനമാണ്. 2ാമത് എൻ്റെ അമ്മ മല്ലികാ നമ്പൂതിരിയാണ്. 3ാമത് ഞാനും പ്രയാർ ഗോപാലകൃഷ്ണൻ സാറുമാണ്. 2006-2007 ഈ പോരാട്ടം ഞാൻ തുടങ്ങിയതാണ്. 18 വർഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്തതാണ്. അതുകൊണ്ട് എല്ലാ പാർട്ടികളുടെയും എല്ലാ കാലത്തെയും നിലപാട് കാര്യങ്ങളെല്ലാം അറിയാം. ഇപ്പം എല്ലാ പാർട്ടികളും അനുകൂലമാണ്. അത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യം കൂടിയാണ്. ശബരിമലയ്ക്ക് വേണ്ടി 3-4 പ്രാവശ്യം അറസ്റ്റ് ചെയ്ത് 2-3 ആഴ്ച ജയിലിൽ കിടന്നൊരു വ്യക്തി കൂടിയാണ്. 2ാമത്തെ പോയിന്റ്, ശ്രീമതി ബിന്ദു അമ്മിണിയോട് അവരെ കായികമായി ആക്രമിച്ചപ്പോൾ പബ്ലിക്കലി ഞാൻ അപ്പോളജി പറഞ്ഞ വ്യക്തി കൂടെയാണ്. ബിന്ദു അമ്മിണി എന്ന വ്യക്തിയോട് യാതൊരു വിരോധവുമില്ല. പക്ഷെ ബിന്ദു അമ്മിണി ചെയ്ത ഭക്തരെ പ്രകോപിപ്പിക്കാനുള്ള നിലപാട് തെറ്റാണ്. അത്തരം കാര്യങ്ങളിൽ യാതൊരു സംശയവും വേണ്ട. 3, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ ഒരു കാര്യം 100% സത്യമാണ്. വാവരും അയ്യപ്പനും ഉണ്ട് എന്നുള്ളത് പന്തളം കൊട്ടാരം, ചരിത്രരേഖകൾ, NSS, തന്ത്രി, ഹൈക്കോടതി വിധി അടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. വാവരെ നിഷേധിക്കുന്നത് അയ്യപ്പനെ നിഷേധിക്കുന്നത് തന്നെയാണ്. ഞാൻ CPM വിരുദ്ധനാണ്, അത് വേറെ. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് 100% ശരിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയും ഈ വിഷയത്തിൽ ശ്രീ മനു പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ചോദിച്ചല്ലോ എന്നാണ് അത് പറഞ്ഞതെന്ന്. 12 നവംബർ 2018 ഹർഷൻ അഡീഷണൽ സെക്രട്ടറി ടു കേരള ഗവൺമെന്റ് സുപ്രീം കോടതി കൊടുത്ത അഫിഡവിറ്റിൽ ശബരിമല ബുദ്ധക്ഷേത്രമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ടെന്നും ശരണം അങ്ങനെ വന്നതാണെന്നും കേരള ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റിൽ എഴുതിയിട്ടുണ്ട്. ഇല്ലാന്നൊന്നും പറയണ്ട. കേരള ഗവൺമെന്റ് കൊടുത്ത 12 നവംബർ 2018 NDTV അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇടതുപക്ഷക്കാർക്ക് പണ്ടേ ഇതൊന്നും ഹിന്ദു അല്ല എന്ന് പറയാനൊരു താല്പര്യമുണ്ട്. അത് തെറ്റാണ്, 100% വ്യാജമാണ്. അതായത് നോർത്ത് ഇന്ത്യയെ കാണുന്ന എല്ലാ മുസ്ലിം പള്ളിയുടെ എന്താണ് ഹിന്ദു ക്ഷേത്രമാണെന്ന് തീവ്ര വലതുപക്ഷക്കാർ കള്ളം പറയുന്നത് പോലെ ഇവിടെ നേരെ തിരിച്ച് കാണുന്ന എല്ലാ ഹിന്ദു ക്ഷേത്രത്തിന്റെ എന്താണ് ബുദ്ധക്ഷേത്രമാണെന്ന് തീവ്ര ഇടതുപക്ഷക്കാർ കള്ളം പറയുന്നതാണ്. ഇവിടെ 2 വിഷയങ്ങളാണ് പ്രധാനം. ഒന്ന്, ഇതിന്റെ ആത്മാവ് CPM-ഉം കോൺഗ്രസും BJP-യും പരസ്പരം അടികൂടേണ്ട ആവശ്യമില്ല. ഈ വിഷയം ഏറ്റവും നന്നായി പഠിച്ചു പറഞ്ഞത് അന്ന് ഒക്ടോബർ 2018 അന്നത്തെ പ്രതിപക്ഷ നേതാവായ ശ്രീ രമേശ് ചെന്നിത്തല കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. യൂണിഫോം സിവിൽ കോഡിന് കളമൊരുക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ശബരിമല വിധിന്യായം വന്നത്. ആ പോയിന്റിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഇനി പ്രേമേന്ദ്രൻ സാറിനെ കുറിച്ചൊരു വാക്ക്. ഞാൻ പ്രേമേന്ദ്രൻ സാറിന്റെ ഒരു ഫാനാണ്. അദ്ദേഹത്തിന്റെ ചെരുപ്പെടുത്ത് കൂടെ നടക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. പക്ഷേ ബീഫ് അടക്കമുള്ള പരാമർശങ്ങൾ കഴിയുന്നത് നമ്മൾ ഒഴിവാക്കണം. കാര്യം അനാവശ്യമായ അതിവൈകാരികതയിലേക്ക് നമ്മൾ പോകുന്നത് ശരിയല്ല. കനകദുർഗയും ബിന്ദു അമ്മിണിയും രഹന ഫാത്തിമയും വരുന്നത് 100% തെറ്റാണ്. വിശ്വാസികൾക്ക് വേദന ഉണ്ടാക്കിയ കാര്യമാണ്. അതിനെതിരെ പ്രതിഷേധിക്കണം. ഞാൻ എന്റെയൊക്കെ നെഞ്ച് ചവിട്ടിയ ഇവിടെ യുവതികൾ മനുപ്രസാദ് പറഞ്ഞ കാര്യത്തിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് അങ്ങ് ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നതും അതിന് ഉപോത്ബലമായ ഒരു കാര്യം പറയാൻ ശ്രമിക്കുന്നതും എനിക്ക് മനസ്സിലാകും. കാരണം ഈ ചർച്ചയിൽ അങ്ങ് പറഞ്ഞു അങ്ങ് ഒരു CPM വിരുദ്ധനാണ് എന്നുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായും അതിനെതിരെ വരുന്ന ഒരു ആരോപണത്തെ സാധൂകരിക്കേണ്ട ആവശ്യകത അങ്ങേക്കുണ്ടാകും. അങ്ങ് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ എന്താണ്? ശബരിമല ഒരു ബുദ്ധക്ഷേത്രമായിരുന്നു എന്നുള്ളത്. ശബരിമല ബുദ്ധക്ഷേത്രമാണ് എന്നുള്ളതല്ല. ഇനി ശബരിമല ബുദ്ധക്ഷേത്രമായിരുന്നു എന്നുള്ളത് ഒരു നിമിഷം അയ്യപ്പൻ ഇല്ല എന്ന പരാമർശം നടത്തി എന്നാണ് മനുപ്രസാദ് പറഞ്ഞത്. ശബരിമല, ഞാനൊന്ന് പറയട്ടെ. ശബരിമല ക്ഷേത്രം അല്ല, ശബരിമല എന്ന് പറയുന്ന മേഖല. അപ്പൊ അത് പണ്ടൊരു ബുദ്ധക്ഷേത്രമായിരുന്നു എന്ന് CPM പറഞ്ഞിട്ടുണ്ട് എന്നല്ല മനുപ്രസാദ് പറഞ്ഞത്. ഒരു മിനിറ്റ്, എനിക്ക് 2 പേരോട് ഒരേ സമയത്ത് സംസാരിക്കാനും പ്രേക്ഷകർക്ക് മനസ്സിലാകാത്ത തരത്തിൽ ഉണ്ടാക്കാനും താല്പര്യമില്ല. ഞാനിവിടെ മിണ്ടാതെയിരിക്കും. നിങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ടേയിരിക്കും. ഞാനൊരു ഒറ്റ അക്ഷരം ഇടില്ല. അങ്ങനെ തർക്കമുണ്ടാക്കി പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല. ശരി, അങ്ങനെ തർക്കമുണ്ടാക്കി പോകാൻ സമ്മതിക്കുകയില്ല.
മനു ആ ഞാൻ പ്രസ്താവന മാധുവിന്റെ പിൻവലിക്കണം. ഉദാഹരണം ഒരു നിമിഷം. അല്ല മനു ആ മാധുവിന്റെ പ്രസ്താവന ഉദാഹരണം വെച്ച് ഞാൻ പിൻവലിക്കണം. പറഞ്ഞ മനു ആ കാര്യങ്ങൾ പ്രസ്താവന മാധു പിൻവലിക്കണം. പറ്റില്ല. അത് ജനാധിപത്യപരമായ കാര്യമല്ല. അല്ല, മനു മാധുവിന് ബി അവകാശം ജെ ഉണ്ടെന്നാ പി കാരനാണ്. അതുകൊണ്ട് മനുവിന് എത്ര കള്ളവും പറയാനുള്ള അവകാശമുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അല്ല, ഞാൻ ജനാധിപത്യപരമാണെന്ന് മനു ചോദിക്കട്ടെ പറയുന്നു. മാധു, നിങ്ങൾ എന്റെ ചോദിക്കുന്നത് അവിടെ നിൽക്കട്ടെ. മനു ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം അല്ല, റേറ്റിംഗ് ഒന്നുമല്ല. ഞാൻ വളരെ സമാധാനപൂർവ്വം ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ വിചാരിക്കുന്ന ഒരാളാണ്. വളരെ സമാധാനപൂർവ്വം മനു എന്നോട് പറഞ്ഞ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഞാൻ വരാം അങ്ങേലേക്ക്, ഞാൻ വരാം. ഒറ്റ നിമിഷം. അങ്ങയോട് ആ പറഞ്ഞ ആ ചെയ്യുന്നത് നീതിപൂർവ്വമല്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട്. മനു അതിൽ ഉറച്ചു നിൽക്കുകയാണ്. മാധു ആങ്കർ ആണ്, അതുകൊണ്ട് മധുവിന് എത്ര കള്ളം വേണമെങ്കിലും പറയാം. ഞാൻ അതേ നാണയത്തിൽ പറയുന്നു, മനു ബി ജെ പി കാരനാണ്, അതുകൊണ്ട് മനുവിന് എത്ര കള്ളം വേണമെങ്കിലും പറയാം. ശ്രീ രാഹുൽ ഒരു സെക്കൻഡ്. ഞാൻ രാഷ്ട്രീയപരമായി പറയുന്ന ആളല്ല. പക്ഷേ കേരള ഗവൺമെന്റും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും വർഷങ്ങളായിട്ട് കേരളത്തിലും ഉള്ള പല സ്ഥലങ്ങളിലുമുള്ള ഹിന്ദു ക്ഷേത്രങ്ങളുടെ എല്ലാം താഴെ ബുദ്ധക്ഷേത്രങ്ങളാണെന്ന് പറയുന്നുണ്ട്. കേരള ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റിൽ ഞാൻ കോട്ട് ചെയ്താണ് വായിച്ചത്. എം ഹർഷൻ പറയുന്ന അഡീഷണൽ സെക്രട്ടറി കൊടുത്തതിൽ ശബരിമല വാസ് എ ബുദ്ധിസ്റ്റ് ടെമ്പിൾ, there is a school of thought like this എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം വളഞ്ഞ വഴിയിലൂടെ അയ്യപ്പൻ ഇല്ലെന്ന് പറയുകയാണ്. CPM-കാർക്ക് തന്നെ അറിയാം അത് കള്ളമാണെന്ന്. പക്ഷേ അങ്ങനെ പറയുന്ന ഒരു തീവ്രധാര, ഇടത് ധാര നമ്മുടെ നാട്ടിലുണ്ട്. അത് ഇല്ലെന്ന് പറഞ്ഞ് നമ്മൾ കണ്ണടക്കണ്ട. ഏതുപോലെ എന്ന് പറഞ്ഞാൽ കാണുന്ന എല്ലാ മുസ്ലിം പള്ളികളുടെയും താഴെ ശിവലിംഗം ഉണ്ടെന്ന് പറയുന്ന പച്ചക്കള്ളം പറയുന്ന നോർത്ത് ഇന്ത്യയിലെ ആൾക്കാരുടെ മറുവശം. ഇങ്ങനെ ഒരു ധാരയുണ്ട് എന്ന കാര്യം നമ്മൾ ആൾക്കാരുടെ അല്ല, കാര്യം ഇത് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് ആയിട്ട് കൊടുത്തതാണ്. എന്തായാലും ഒരു കാര്യം കൂടെ പറഞ്ഞ് എനിക്കൊന്ന് തീർക്കാൻ അവസരം തരണം. ഇന്ന് നമ്മൾ എല്ലാവരും എത്തിയിരിക്കുന്ന സമയം എന്താ? ശബരിമലയിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ കയറുന്നുണ്ട്. ശബരിമലയിൽ യുവതികൾക്കൊരു പ്രായ നിയന്ത്രണമുണ്ട്. സുപ്രീം കോടതിയുടെ വിധി തെറ്റായിരുന്നു. കടകംപള്ളി സാർ പോലും പറഞ്ഞു, അതായത് CPM-ന്റെ ഭാഗമായി നിൽക്കുന്ന കടകംപള്ളി സാർ ഈ വാക്കുകളിൽ തന്നെ അയ്യപ്പ സംഗമത്തിൽ പറഞ്ഞു, സുപ്രീം കോടതിയുടെ വിധി തെറ്റായിരുന്നു. അത് തെറ്റായൊരു വിധിയാണ്. ഞാൻ മാധുവിന്റെ പരിപാടിയിൽ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ ജസ്റ്റിസ് ദീപക് മിശ്രയുടെ ഒരു മാനിപ്പുലേഷനാണ് ആ വിധി. യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ കളമൊരുക്കിയതാണെന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല അടക്കം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മളിത് പറയുമ്പോൾ അതാണ് പ്രേമേന്ദ്രൻ സാറിന്റെ ആരാധനയാണ് ഞാൻ. പക്ഷേ ബീഫ് അടക്കമുള്ള അതിവൈകാരികമായ വിഷയങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം സാധാരണ ജനങ്ങൾ ഒന്നാമത് ഇത് തന്നെ അജിറ്റേറ്റഡ് ആണ്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും മറ്റു കാരണങ്ങളും കാരണം. അപ്പോൾ അനാവശ്യമായി നമ്മൾ ഓവർ ഇമോഷണലൈസ് ചെയ്യണ്ട. നേരെ തിരിച്ച് പ്രേമേന്ദ്രൻ സാറാണ് നമ്മുടെ ലോകസഭയിൽ ശക്തമായിട്ട് ഇത് ഉന്നയിക്കാൻ വേണ്ടി ശ്രമിക്കുകയും മറ്റും ചെയ്തത്. അതിന് അന്ന് കുമ്മനം രാജശേഖരൻ അടക്കം ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. നമുക്കിപ്പോഴും ശബരിമലയിൽ നിയമപരമായിട്ടൊരു സൊല്യൂഷൻ കിട്ടിയിട്ടില്ല. അതായത് ശബരിമല ഇനി യുവതികൾ കയറാൻ പോണില്ല. അത് വേറെ, സുപ്രീം കോടതിയല്ല, അങ്ങനല്ല, ആരെന്ത് തീരുമാനിച്ചാലും ശബരിമല യുവതികൾ കയറൂല. പക്ഷേ നിയമപരമായ ഒരു പരിരക്ഷ നമുക്ക് ലഭിച്ചിട്ടില്ല. ഇത് നടത്തിയെടുക്കാനുള്ള ഒരു നീക്കം കൂടിയാകണം. ശബരിമലയെ അമിതമായി രാഷ്ട്രീയവൽക്കരിക്കും. ശ്രീ രാഹുൽ ഈശ്വർ 8 മണി വരെയാണ് ഈ ചർച്ചയിൽ ഉണ്ടാകും എന്ന് പറഞ്ഞത്. സുപ്രീം കോടതി അല്ല എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങ് പൂർത്തീകരിക്കാതെ പോയ ആ സെന്റൻസിനെ രാജ്യത്തെ നിയമ നീതിന്യായ സംവിധാനത്തോടുള്ള ബഹുമാനമായി, അതുകൊണ്ട് ആ വാക്ക് ശരി, ആ വാക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു. നീതി ന്യായവുമൊക്കെ ജനാധിപത്യമായി നടപ്പിലാക്കാൻ വേണ്ടിയാണ് നാട്ടിൽ കോടതിയുള്ളത്, സുപ്രീം കോടതി എന്ന് അതിനെ പറയുകയും ചെയ്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ അങ്ങയോട് നേരത്തെ ചോദിക്കാൻ പോയ ഒരു കാര്യം സംശയലേശം എന്നെ വ്യക്തമാക്കിക്കൊണ്ട് ഞാനൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ശബരിമല ബുദ്ധക്ഷേത്രമായിരുന്നു എന്ന സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അത് ഇടത് ആശയങ്ങളുടെ അടിച്ചേൽപ്പിക്കൽ ആണ് എന്ന് സംഘപരിവാർ മേഖലയിൽ നിന്നും മറ്റ് വലത് നിരീക്ഷകരുടെ ഭാഗത്തു നിന്നുമൊക്കെ അന്ന് തന്നെ വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചല്ല ഇവിടെ സംസാരിച്ചത്. അയ്യപ്പൻ ഇല്ല എന്ന് പറഞ്ഞവരാണ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ അതാരാണ് ചോദിച്ചത്, അതിനെതിരെയും അല്ല ഞാൻ പറഞ്ഞത്, ആരാണ് അങ്ങനെ പറഞ്ഞത് എന്നൊരൊറ്റ ചോദ്യം മാത്രമാണ് ഉന്നയിച്ചത് എന്ന് വ്യക്തത വരുത്താൻ വിചാരിക്കുന്നു.